ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനലിൽ ഗപ്പികളെ കുറിച്ചുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് മിക്സഡ് ഗപ്പികളെ കൊടുക്കാനുണ്ടോ, മിക്സഡ് ഗപ്പികളെ ഒന്ന് കാണിച്ചു തരാമോ, മിക്സഡ് ഗപ്പികളിൽ തന്നെ അതിന്റെ എങ്ങനെയാണ് മെയിലും ഫീമെയിലും ഒക്കെ ഒന്ന് കാണിച്ചു തരാമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ കയ്യിലുള്ള മിക്സഡ് ഗപ്പികളിലെ വെറൈറ്റി ആയിട്ടുള്ള മെയിലുകൾ, അതായത് ഒക്കെ ക്രോസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ടുള്ള മെയിലുകളാണ് കേട്ടോ. ഇന്ന വെറൈറ്റി പറയാൻ പറ്റില്ല. പല ഡിസൈനിലും പല രൂപത്തിലും ഭാവത്തിലും ഒക്കെയുള്ള മെയിൽ ഫിഷുകളെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനലിലൊന്ന് കയറി നോക്കുക. മറ്റുള്ള വീഡിയോകൾ, അതായത് കോഴി വളർത്തലുമായി ബന്ധപ്പെട്ടും ഫിഷ് വളർത്തലുമായി ബന്ധപ്പെട്ടും മറ്റ് കാർഷിക മേഖലയെ ബന്ധപ്പെട്ടുള്ള ഒട്ടനവധി വീഡിയോകൾ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ നോക്കി നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പൊ നമുക്ക് ഇവിടെ കുട്ടികൾ രണ്ടുപേരും പാത്രം പിടിച്ച് നിപ്പുണ്ട്. നമ്മള് മെയിൽ ഫിഷുകളെ, മെയിൽ ഗപ്പികളെ കളക്ട് ചെയ്തിട്ട് അതിലേക്ക് ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നമ്മളിത് ഈ പോണ്ടിൽ നിന്ന് കുറച്ച് മെയിൽ ഫിഷുകളെ ഇതാ ഈ ഒരു ചെറിയ പാത്രത്തിലേക്ക് പിടിച്ച് മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു. അതെന്തിനാന്ന് ചോദിച്ചാല് നമ്മുടെ ഇവിടെ വരുന്ന ആളുകളിൽ, അല്ലെങ്കിൽ ചെറിയ കുട്ടികളൊക്കെയാണ് നമ്മൾ ഫിഷ് വാങ്ങാനായിട്ട് വരുന്നത്. അവർക്ക് ആവശ്യം മെയിൽ ഫിഷുകളെ മാത്രമാണ്. അപൂർവം ചില ആളുകൾ മാത്രമേ ഫീമെയിലും മെയിലും ആയിട്ട് കൊണ്ടുപോകാറുള്ളൂ. അപ്പൊ മെയിൽ ഫിഷുകളെ കൂടുതൽ വേണ്ടത്, ഇവിടെ മെയിൽ ഫിഷുകൾ കൂടുതൽ ഉണ്ട് താനും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പെട്ടെന്ന് പിടിച്ചു കൊടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അതിലെ വെറൈറ്റി മെയിൽ ഫിഷുകളെ ഇതിലേക്ക് പിടിച്ച് മാറ്റിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇതിന്ന് പിടിച്ചിട്ട് നമ്മുടെ ഇവിടെ പാത്രം വെച്ചിട്ടുണ്ട്. ഞാൻ 2 മീനിനെ അതിലേക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിലേക്ക് ഇങ്ങനെ പിടിച്ചൊന്ന് മാറ്റാം. അപ്പൊ നമുക്ക് ഇതിന്ന് പിടിക്കാം കേട്ടോ. ഇതിൽ തന്നെ വെറൈറ്റി മെയിൽ ഫിഷുകൾ ഉണ്ട്. നമുക്ക് ഇതില് പിടിച്ചതിലേക്ക് ഇടാം, പാത്രത്തിലേക്ക് ഇടാം. കണ്ണപ്പുറത്തേക്ക് ഇവിടേക്ക് പോ, ഇവിടേക്ക് ആയിരിക്കട്ടെ. അപ്പോൾ നിങ്ങളിത് ഈ കാണുന്നതാണ് എന്റെ മിക്സഡ് ഗപ്പി കളക്ഷനിലെ സുന്ദരന്മാരെന്ന് പറഞ്ഞാൽ മെയിൽ ഫിഷുകളാണ് കേട്ടോ, മെയിൽ ഗപ്പികള്. ഇതില് ഇതേ കണ്ട, എല്ലാം വേറെ 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 ഷെയ്ഡാണ്. അതിൽ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ക്രോസ് ആയിട്ടുള്ളത്, ഏതൊക്കെ ഐറ്റങ്ങളിലൊക്കെയാണ് ക്രോസിംഗ് ഉള്ളത് ഒന്നും അറിയില്ല. കാരണം എന്റെ സുഹൃത്തുക്കള് ഇതേപോലെ മിക്സഡ് ഗപ്പി ടാങ്കിൽ ഇട്ടോ എന്ന് പറഞ്ഞ് പല വെറൈറ്റീസും കൊണ്ടുവരും. ഞാനത് അതിനകത്ത് ഓരോ പേർ അതിനകത്ത് ഇടും. അങ്ങനെ ഇപ്പൊ ഒരുപാട് ഗപ്പികളെ സെയിൽ ചെയ്തു. നിങ്ങൾക്ക് സൈഡ് വ്യൂ ഒന്ന് കാണിച്ചു തരാം. കണ്ട,
ഇത് ഏതൊക്കെയാണ് ഷെയ്ഡ് എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല കേട്ടോ. പല സംഭവങ്ങളുണ്ട് കേട്ടാ. എല്ലാം വേറെ 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 ഷെയ്ഡാണ്. ഇതിന്റെയൊക്കെ ഇതേപോലത്തെ പേരൊന്നുമില്ല കേട്ടോ, അങ്ങനെയൊന്നും ചോദിക്കരുത്. പക്ഷെ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കുട്ടികളൊക്കെ വന്ന് ചോദിക്കുന്നത് ഏറ്റവും കൂടുതൽ മെയിൽ ഫിഷുകളെ മാത്രമാണ്. അവർക്ക് ഒരു ബൗളിലൊക്കെ ഇട്ട് വെക്കാനാണ് മെയിൽ ഫിഷുകളെയാണ് വേണ്ടത്. മറ്റേ ഫീമെയിൽ ഇല്ലാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലൊക്കെ ഏറ്റവും കൂടുതൽ കുട്ടികൾ വരുമ്പോൾ ചോദിക്കുന്നത് അതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിനെ ഇങ്ങനെ കുറച്ച് മെയിൽ ഫിഷുകൾ അതിൽ നിന്ന് പിടിച്ച്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കണ്ടില്ലേ, ഒരു പാത്രത്തിലേക്ക് ഒരു ടബിലേക്ക് മാറ്റിയിട്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ എന്റെ അടുത്ത് ഏറ്റവും കൂടുതലുള്ള മിക്സഡ് ഗപ്പികളിൽ ഏറ്റവും കൂടുതലുള്ളത് പറഞ്ഞതുണ്ടോ, ഒരു റെഡ് ഇതാണ്. ആ കാണുന്ന റെഡ് ഉണ്ട്, ഈ വരുന്നത് ഈ രണ്ട് ഈ കാണുന്ന ടൈപ്പ്, അങ്ങനത്തെയാണ് ഇപ്പൊ ഇതിൽ കൂടുതൽ മെയിൽ ഉള്ളത് കേട്ടോ. ഞാൻ ആദ്യം കൊണ്ടുവന്ന് ഇട്ടതും അതിന്റെ മിക്സഡ് കളക്ഷൻസ് ആയിരുന്നു. പക്ഷെ പിന്നീട് ഇതുണ്ട്. അപ്പൊ ഇതിനകത്ത് വേറൊരു ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഈ മോളിൽ കാണുന്നത്. ഈ ഒരു ഫിഷ് കണ്ടോ, അത് അതിന്റെ ഒരു ഒറിജിനൽ ബ്രീഡാണ് കേട്ടോ. അതിന്റെ ഒരു പെയർ കൊണ്ടുവന്നിട്ട് അതിലത്തെ മെയിലാണ് അത്. അതിന്റെ ഫീമെയിൽ അതിനകത്ത് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ക്രോസ് ആവാൻ വേണ്ടി കൊണ്ടുവന്നിട്ടാണ്. അത് എന്റെ ഒരു സുഹൃത്ത് കൊണ്ടുവന്നതാണ്. ഏതാണ് അതിന്റെ പേര് ഒന്നും അറിയില്ല കേട്ടോ. അത് ഒരു ഒറിജിനൽ ബ്രീഡാണ്. അപ്പൊ അതിൽ നിന്ന് ക്രോസ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ ഇപ്പൊ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും കുറെ ആളുകൾ ഇത് ചോദിച്ചിരുന്നു. നമ്മുടെ കോഴികളിൽ പൂവന്മാരെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ആ വീഡിയോ ഇട്ടപ്പോഴാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഗപ്പികളില് പൂവന്മാര് കാണണം എന്ന് പറഞ്ഞുകൊണ്ടിട്ടുള്ള ആളുകൾ ചോദിച്ചു തുടങ്ങിയത്. ഫീമെയിലുകൾ പിന്നെ അങ്ങനെ കാണിക്കാനില്ലല്ലോ, അവർക്ക് വാലില് മാത്രമേ അല്ലേ ഒരു ചെറിയ ഷെയ്ഡ് വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിൽ അത്ര അധികം കാണിക്കാനില്ലല്ലോ. അപ്പൊ ഇതൊക്കെയാണ് എന്റെ മിക്സഡ് ഗപ്പികളിലുള്ള സുന്ദരന്മാര്. സെയിലുണ്ട് കേട്ടോ, സെയിലുണ്ടോ ചോദിക്കുന്ന ആളുകൾക്ക് സെയിലുണ്ട്. പക്ഷെ ഇപ്പൊ ഈ കൊറിയർ അയക്കാനുള്ള ഒരു പ്രശ്നം കാരണം കൊറിയർ ഇല്ല. ഇപ്പൊ പരിസരത്ത് ചെർപ്പളശ്ശേരി ആ ഭാഗത്തൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിക്കാം എന്നേ ഉള്ളൂ. സെയിലില്ല. അപ്പൊ എന്തായാലും ഇപ്പോഴും ഈ വന്ന് വാങ്ങിക്കലും കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഇപ്പൊ അത് കുഞ്ഞുങ്ങളൊക്കെ ചെറിയ കുഞ്ഞുങ്ങളാണ്. ഇനിയിപ്പോ കുറച്ച് ഐറ്റംസേ ഉള്ളൂ. ഒരു മാസമൊക്കെ കഴിഞ്ഞാൽ നന്നായിട്ട് കൂടുതൽ കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പൊ ആ സമയത്ത് ഞാൻ ഒന്നും കൂടെ വീഡിയോ ചെയ്യാം. ആ സമയത്ത് വാങ്ങാനുള്ള ആളുകൾക്ക് കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളും ഇവിടുത്തെ റൂട്ട് മാപ്പൊക്കെ അയച്ചു തരാം. ഇപ്പോ ഞാനിതാ നിങ്ങൾക്കിത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.